നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ നിയമവിരുദ്ധ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ആകാശ് തില്ലങ്കേരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. വിവരങ്ങളുമായി കണ്ണൂർ നിന്നും സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു യാത്ര നടത്തിയിട്ട് നടപടിയെടുക്കാതെ മോട്ടോർ വാഹന വകുപ്പ്, കൂടുതൽ വിവരങ്ങൾ. ആൻമരി, ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലോഗർമാർ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വാഹനങ്ങളുടെ യാത്രയൊക്കെ പങ്കുവയ്ക്കുന്ന ആളുകൾക്കെതിരെ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പ് കേസുകൾ എടുക്കുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പലരും ദൃശ്യങ്ങൾ മാത്രം തെളിവായി സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട്. പല ബ്ലോഗർമാരും ഇതിനകം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ നടപടികൾക്ക് ഇരകളായിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ദൃശ്യങ്ങളിൽ ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരിയും ഒരു വാഹനത്തിൽ, അത് മോഡിഫൈ ചെയ്ത വാഹനമാണ്, അതിന് മോഡിഫിക്കേഷന് മാത്രം ഒഫൻസുകൾ പലതാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊന്ന്, ഈ വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. മറ്റൊന്ന്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് 3 പേർ ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 3 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങൾ, ഈ നിയമവിരുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. അതായത് ഇത് നിയമവിരുദ്ധമായ യാത്രയാണെന്ന് നല്ല ബോധ്യത്തോടു കൂടി ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് നിയമത്തെ വെല്ലുവിളിക്കുന്ന യാത്രയാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ യാത്ര കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കാണ് നടത്തിയിരിക്കുന്നത്. പനമരത്ത് വെച്ച് ചിത്രീകരിച്ച ചില ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയും അടക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതായത് ഈ വണ്ടി ഓടിക്കുന്ന ലൈസൻസ് ഹോൾഡറെ മാത്രം വിളിച്ചു വരുത്തി മോട്ടോർ വാഹന വകുപ്പിന് വിശദീകരണം ആവശ്യപ്പെടുകയും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാനും കഴിയും. പക്ഷേ ഇങ്ങനെ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസുകളിലടക്കം ആരോപണ വിധേയനായ വ്യക്തിക്ക് നിയമത്തെ വെല്ലുവിളിച്ച് യാത്ര ചെയ്യാം. പക്ഷേ മറ്റേതെങ്കിലും ബ്ലോഗർമാരോ മറ്റോ ആണെങ്കിൽ നടപടി സ്വീകരിക്കും എന്നതാണോ മോട്ടോർ വാഹന വകുപ്പിന്റെ നയം എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, നിയമവിരുദ്ധമായ യാത്ര വളരെ കൃത്യമാണ്. പക്ഷേ ഇതുവരെ ഏതെങ്കിലും നിലയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായതായി നമുക്കറിവില്ല. പക്ഷേ ഈ യാത്ര കണ്ണൂർ ജില്ലയിലല്ല, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ യാത്ര നടത്തിയിരിക്കുന്നത് വയനാട്ടിലേക്കാണ്. പനമരത്ത് വെച്ചാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ഒഫൻസുകൾ ഈ യാത്രയുടെ ദൃശ്യങ്ങൾ വെച്ച് മാത്രം കണ്ടെത്താൻ കഴിയും. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഈ ഘട്ടം വരെ, നമ്മൾ അന്വേഷിച്ചപ്പോഴൊന്നും ഈ ഘട്ടം വരെ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അൻമരിയ, ശരി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ നിയമവിരുദ്ധ യാത്ര ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ആകാശ് തില്ലങ്കേരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂർ നിന്നും സജോ ദേവസ്യ.